കൂട്ടുകാരെ, ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു. സുഖം തന്നെ. അപ്പൊ ഇന്ന് ശരണ്യ എന്താണ് ചെയ്യണമെന്ന് ചോദിച്ചെന്നാൽ എല്ലാരും ചെയ്യാറുള്ള ഒരു ഐറ്റാണ്. അപ്പൊ എല്ലാരും ചെയ്യുന്ന കണ്ടപ്പോ ശരണ്യൊക്കെ ഒരു ആഗ്രഹം മുട്ടയും മൈദയും പഞ്ചാര എല്ലാം കൂടെ വെച്ച് ദോശ പോലെ ചുട്ടെടുക്കാവുന്ന ഒരു ഐറ്റം, ഒരു വെറൈറ്റി ഐറ്റാണ്. പക്ഷെ എന്നാ ശരണ്യയുടെ പരീക്ഷണം അല്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന ഐറ്റാണ്. അപ്പൊ അതൊന്ന് ചെയ്താലോ അല്ലേ? അപ്പൊ കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ചക്കവറയുടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരു കമൻറ്റ് വന്നായിരുന്നു, ഈ ചക്കവറ എല്ലാവരും ചെയ്യും, അവർ ചെയ്തപ്പോൾ ഇത് നല്ല ഇതാകുന്നില്ലെന്ന്, മൊരിഞ്ഞ് കിട്ടുന്നില്ല. അപ്പം അതിന് ഞാൻ കമൻറ്റ് ഇട്ടിട്ടുണ്ട്, അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ആ വീഡിയോയിൽ കമൻറ്റ്. പഴുത്ത ചക്കയുടെ തന്നെ അല്ലാതെ ചെയ്യേണ്ട രീതിയെ പറ്റി ഞാൻ കമൻറ്റ് ഇട്ടായിരുന്നു. അപ്പോൾ ശരണ്യ കമന്റ് വായിച്ചില്ല, അതാണ് ശരണ്യക്ക് മനസ്സിലായി പോലും ഇല്ല. അപ്പൊ ഒത്തിരി പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പൊ നമുക്കിനി ദോശയുടെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ രാവിലെ ഇവിടെ പുട്ടും നമ്മുടെ ഇടിയപ്പം എല്ലാം, അപ്പൊ അതിന്റെ കൂടെയാണ് ഇത് കൂടെ. അപ്പൊ നമുക്ക് പോയേക്കാം. അടുക്കള മൊത്തം അങ്ങോട്ട് ഏറ്റെടുത്തോന്ന്. പിന്നെ ഇത് നമുക്ക് ഇടിയപ്പൊക്കെ ഇണക്കാൻ ഇപ്പൊ സിമ്പിൾ ആയതുകൊണ്ട് ഞാനല്ലേ സഹായിക്കണം. അതുകൊണ്ട് എന്താ കിട്ടാതെ നല്ല അടിപൊളിയായിട്ട് ഇടിയപ്പൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അമ്മയും രാവിലെ സിമ്പിളി കിട്ടിയായി. ഇടിയപ്പം നല്ല സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതിനൊന്നും വലിയ വിലയൊന്നും ഇല്ല. എല്ലാരും എപ്പോഴും ചോദിക്കും ഇത് എന്നാ വിലയാണെങ്കിൽ. ഇതിന് 10,000-3000 രൂപ തൊട്ട് താഴത്താട്ടേ വിലയുള്ളു, 3-ന് മേപ്പാട്ടില്ല. പല കമ്പനിക്കും പല വിലയാണല്ലോ. ഞാനിതൊരു പരസ്യം പറയല്ല കേട്ടാ, എന്നാലും പറയണം, ഇതൊക്കെ മേടിക്കണമെങ്കിൽ നമുക്ക് ശരിക്കും ഉപകാരപ്പെടും. അപ്പൊ ശരണ്യ നമുക്ക് ഇതുകൊണ്ട് ഒരു ദിവസം പക്കാവട നോക്കൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് ഇടിയപ്പം വെച്ചേക്കാം, എന്നിട്ട് ശരണ്യയുടെ പരീക്ഷണത്തിലോട്ട് പോകാം. ശരി, ഇടിയപ്പം അടുപ്പ വെക്കട്ടെ. ഹായ് മക്കളെ എല്ലാവർക്കും. ശരണ്യ അല്ല, എന്നാ നമുക്ക് ഇതൊന്ന് തിരിഞ്ഞൊറ്റ ഇടിയാ. അയ്യോ, പിന്നെ നമുക്ക് ചെയ്യാം എന്നാ. കാരണം ഇടിയപ്പം വേകുമ്പോ ഞാൻ ഇടിയപ്പം കഴിക്കാൻ പോകും. കഴിക്കുവാ. ഇന്ന് സാധാരണ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്നാണ് ഇന്ന് കാപ്പി കുടിക്കുന്നത്. ഒരു വീട്ടിൽ 3-4 ഐറ്റാണല്ലേ ചെയ്യുന്നത്. കൂട്ടുകാരെ, അങ്ങനെ അതേ കണ്ട നമ്മുടെ അച്ഛൻ്റെ ഇരുന്ന് പുട്ടടിച്ചോണ്ടിരിക്കുകയാണല്ലേ. അച്ഛൻ ഇരുന്ന് പുട്ടടിക്കുക. ഇതാണ് പറഞ്ഞത്, ഒരാൾ എല്ലാ ഇപ്പൊ ഇതണക്കിയ പോലെ പുട്ടാണക്കിരുന്നെങ്കിൽ എല്ലാവർക്കും ഇത് കഴിക്കാൻ മേലാ. അതിലൊന്നും ഞങ്ങൾക്ക് വേറെ ഇടിയപ്പം നെറ്റിയൊക്കെ എടുക്കണ്ടേ? ഇടിയപ്പം വെക്കാൻ സുഖല്ലേ? പിന്നെന്താ, അപ്പൊ ഇച്ചിരി വെയിറ്റ് ചെയ്ത് മക്കള് കഴിച്ചാൽ മതി, കുഴപ്പമില്ല കേട്ടാ. ഞങ്ങൾ 3 പേരും കൂടി ഇരുന്ന് കഴിച്ചോളും. നല്ല മക്കളെ, ഇത് കൂട്ടുകാരെ നല്ല റവ പുട്ടാണ്. നല്ല ഇതൊക്കെ രാവിലെ മുട്ടക്കറി പോരാത്തതിന് 2 പഴമൊക്കെ ഇരിപ്പുണ്ട്, അതുകൂടെ കൂട്ടിയൊക്കെ കഴിക്കും രാവിലെ. അപ്പൊ ഇപ്പൊ എന്തായാലും പറയാനറിയാവാ, ഈ വീഡിയോ പിടിക്കുന്ന ഷിജിമോൻ ഇപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ച് കിട്ടിയപ്പോഴാതെ കൊണ്ട് നിൽക്കുന്നത്. അത് നടക്കേല. സത്യം പറയാല്ല, എനിക്ക് വിശക്കണുണ്ട്. ഇവര് ഇന്ന് താമസിച്ചു പോയി. അപ്പൊ സംഭവം അതെ, നടക്കാൻ പോയൊക്കെ വന്നപ്പോ ക്ഷീണം. എനിക്ക് മനസ്സിലായി. എത്രയും വേഗം ഒന്ന് ഇണക്കി നിങ്ങൾ ഇടിയപ്പം മൈദയുടെ ഏതാണ്ട് ഒരു പുതിയ ഐറ്റം ഒക്കെ ചെയ്യുന്നുണ്ട്. പുതിയതല്ല, എല്ലാരും ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. ആ മൈദ മുട്ടയും കൊണ്ടൊക്കെ ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. നടക്കും, ഞങ്ങൾ രാവിലെ നടക്കാൻ പോയതാ. അതെ, അപ്പൊ ഒരു പണിയേ, അച്ഛൻ വർത്താനം പറയുന്നത് എന്താണെന്നറിയാവോ? അച്ഛനിരുന്ന് വർത്താനം പറയണ നമ്മൾ കേൾക്കാൻ നിൽക്കരുത് ശരണ്യ. എന്താണെന്നറിയാവോ? അച്ഛൻ ഭക്ഷണം കഴിച്ചെന്താണ് വർത്താനം പറയുന്നത്.
അച്ഛന്റെ വിശപ്പ് കെട്ട്. അല്ല എന്റെ കുഴപ്പമില്ല, ആ അത് ഇവിടെ ശരണിയുടെയും അമ്മയുടെയും കുഴപ്പമാണ്. സമയത്ത് എനിക്ക് കൊടുക്കാൻ ഞാൻ പറയും. അച്ഛൻ ഉറങ്ങുന്ന നേരത്ത് ഞങ്ങൾ നടക്കാൻ പോയി. എന്നിട്ട് പെയ്യാനും ഇരുന്ന് അന്റെ പയ്യെ കഴിച്ചാൽ മതി. നടന്നൊക്കെ വന്നിട്ട് ഇപ്പൊ ക്ഷീണാണെങ്കിൽ ഒന്ന് കിടന്നു നടന്നാഴ്ച വന്ന് കട്ടൻ കാപ്പി കുടിച്ച് കട്ടൻ കാപ്പി കുടിച്ച് ബിസ്ക്കറ്റ് കഴിച്ച് അപ്പൊ വഴി നടന്ന് നിൽക്കുമല്ലേ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നല്ല കാര്യം. അപ്പൊ അവര് പയ്യെ എന്നാ ശരി, അച്ഛൻ പയ്യെ ഇരുന്ന് ആ പുട്ടങ്ങോട്ട് കഴിച്ച് തീർക്ക്. അല്ല ഞാൻ അപ്പൊ ഞങ്ങൾ ആ നേരത്ത് എനിക്ക് ധൃതിയൊന്നും ഇല്ല. അമ്മ ശരണിയൊക്കെ വിഷമിച്ച് നിൽക്കുകയാണ്. പയ്യെ അണക്കാൻ പെയ്യ തിന്നാ മതി. അല്ലെ തൊണ്ടയ്ക്ക് കൊടുക്കും. ആ നേരം. അപ്പൊ മയത്തിനിരുന്ന് പയ്യെ ഇരുന്ന് ഇതൊക്കെ കഴിക്കുക കേട്ടാ കേട്ടാ. ശരണ്യ പറഞ്ഞേട്ടാ പയ്യത്തിനാ മോദി വരും. ഇത് കണ്ട നോക്ക, ഇത് കണ്ട, ഇത് നോക്ക ഈ സാധനം. അല്ല അതൊക്കെ കണ്ട് ഇപ്പൊ ഞങ്ങളും വരുമല്ലോ ഇടിയപ്പോയിട്ട്. എപ്പ വരും? ഞങ്ങൾ ഇടിയപ്പോ അടപ്പേൽ ഇരിക്കുകയാണ് അച്ഛാ. മോദി വന്നിട്ടാണ് കിടന്ന് വേറെ. അപ്പൊ ശരി, അച്ഛനിരുന്ന് കഴിച്ചു. നമുക്ക് പോയേക്കാം, നമുക്ക് പോയേക്കാം. വാ, നമുക്ക് നമ്മുടെ അടുക്കളയിലായിട്ട് തന്നെ പോയേക്കാം. അതാണ് നല്ലത്. അപ്പൊ ശരണ്യ ഉണ്ടോ? കേട്ടല്ല അച്ഛൻ പറഞ്ഞു. അമ്മ 2 മുട്ട എടുത്തിട്ടുണ്ട്. ആ പിടിച്ചോ, പൊട്ടിക്കട്ടെ. മുട്ട എടുത്ത് കൊടുത്തേക്കും പൊട്ടിക്കല്ലേ. പൊട്ടിക്കല്ലേ മുട്ട എടുത്ത് ജാറിലിട്ട് പിന്നെ എന്നെ മൈദ ഇട്ടാ. മൈദ ഇട്ടിട്ട് ഞാൻ കൂട്ടുകാരെ അപ്പൊ മൈദയും മുട്ടയും കൂടി ജാറിലിട്ടിരിക്കുകയാണ്. കൂട്ടുകാരെ അങ്ങോട്ട് പോയ തിരക്കിൽ പറയാൻ മറന്നുപോയി. കാണിച്ചായിരുന്നു. മൈദ എന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ അങ്ങനെ മുട്ട 2 പൊട്ടിച്ചിട്ട് കുറച്ച് മൈദായും എടുത്ത്. ഇനി എന്താണ് പരിപാടി? മഞ്ഞപ്പൊടി. ആ അപ്പം അങ്ങനെ അതെ മഞ്ഞപ്പൊടിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ഇനി കറക്കി അടിച്ചൊക്കെ എടുത്തിട്ട് കാണിച്ചാൽ പോരെ നമ്മുടെ കൂട്ടുകാർ. ആ അത് നേരാണല്ലോ. അപ്പം കണ്ട കൂട്ടുകാരെ, മുട്ട, മൈദ, മഞ്ഞപ്പൊടി, പിന്നെ ഇനി എന്നാണ് ഇടുന്നത്? ആ പ്രധാനപ്പെട്ട സാധനം ഇട്ടില്ലല്ലേ, ഉപ്പ്. പിന്നെ പഞ്ചാര. ഓ പഞ്ചസാര ഇടുമോ? പഞ്ചസാര വേണോ? ഒരു സ്പൂൺ പഞ്ചാര. ഇച്ചിരി മതിയാ? ആണോ? ഇത് മതിയാ? ആ അപ്പൊ കൂട്ടുകാരെ കണ്ട നമ്മുടെ ഇടിയപ്പം ഇരുന്ന് വെന്തണ്ടിരിക്കുന്നു. ആ നേരത്ത് നമുക്കൊന്ന് അടിച്ചോണ്ട് വരാം. ആ നമ്മുടെ മാവരച്ച കാണിച്ചേ. മാവ് അരച്ചത് ഇതേ കണ്ട, മാവരച്ചത് ഇതേ ഒഴിക്കാൻ പോകുന്നു അല്ലേ. എന്നാലാണ് ഞാൻ ക്യാമറയുമായിട്ട് വന്നത്. അപ്പം അതെ ഒരു പാനക്കാടപ്പ വെച്ചിട്ടുണ്ട്. ഇത് ഒഴിച്ചിട്ടൊക്കെ കാണിക്കാം. മുട്ട ദോശ ഒഴിക്കുകയാണ് അല്ലേ. ഇത് നമ്മുടെ മൈദയുടെ ദോശ ഇടണ പോലെ തന്നെ. പിന്നെ മുട്ട ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്യും. ആ അപ്പം അതാണ് ഒരു പ്രത്യേകതയുള്ളത്. സംഭവം കൊള്ളാം, കുഴപ്പമില്ല. പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ 4 മണിക്കെല്ലാം സ്കൂൾ വിട്ടിട്ട് പിള്ളേർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ ഇഷ്ടപ്പെടും കേട്ടോ. പഞ്ചാരയും കൂടി ഇട്ടാ മതി. നമ്മൾ പഞ്ചാര കുറച്ച് ഇട്ടത്. മുട്ട മൈദയും അല്ലേ, അപ്പൊ പിള്ളേർക്ക് ഇഷ്ടപ്പെടും. അതെ. ഇവിടെ നേരത്തെ അമ്മ ചുടുവായിരുന്നു. ആ പണ്ട് നമുക്ക് അപ്പയൊക്കെ ഇണക്കി തരുമായിരുന്നു അല്ലേ. ശരണ്യ ഒന്ന് ഞാനൊന്ന് ചുട്ടു നോക്കട്ടെ. ഞാൻ ചുട്ടു നോക്കാം. വർക്കാവണേ. ഞാൻ തവി ഇങ്ങോട്ടല്ല. ഞാൻ തവി എന്നാലും സെറ്റാക്കി എടുത്ത് നോക്കാം. ചട്ടുകം ചട്ടുകം നോക്കട്ടെ. ഇതാണ് മുട്ട ദോശ കൂട്ടുകാരെ. മുട്ട ദോശ തീ വെച്ചേക്കാം. മുട്ട ദോശ റെഡിയായി അല്ലേ. ഞാൻ എളുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കിയതാ. ഇങ്ങനെയാണ് കണ്ടാ കൂട്ടുകാരെ, അടിപൊളിയാണ്. ഞാൻ ഈ അടപ്പെന്നെടുത്താണ് കാണിക്കണം. വീർത്ത് അത് ഞാൻ നെയ്യ് ഒഴിച്ചോണ്ട. നെയ്യ് ഒഴിച്ച് ടേസ്റ്റ് ഒക്കെ കിട്ടുമല്ലേ. നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ടല്ലേ. വിശക്കണുണ്ട് നോക്കി. അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് ഇതെന്താ ഇത്ര പ്രശ്നമെന്ന്. അതെ, പക്ഷെ
പക്ഷെ അതിന്റെ അല്ല നമ്മൾ ഇത് മറിച്ചും തിരിച്ചൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. നല്ല രസമുണ്ട് കേട്ടോ ഇത്. അപ്പൊ വിശപ്പില്ലേ? നല്ല ഭംഗിയുണ്ട്. അപ്പൊ ഇനി ബാക്കി ശരണ്യെ ചുട്ടെടുത്തോളൂ. ഇടിയപ്പം വെന്തു. അതാ ഇടിയപ്പം വേണ്ടത്. അപ്പൊ ശരണ്യ തന്നെ ചുട്ടെടു. കൂട്ടുകാരെ അങ്ങനെ കണ്ട നല്ല ഭംഗിയുള്ളൊരു മുട്ടദോശ തന്നെയാണ് അല്ലേ? മുട്ടദോശ അടിപൊളി. ഇടിയപ്പം വെന്ത്. അപ്പൊ ഞങ്ങൾ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ അല്ലെ? ഇത് കഴിക്കണ വീഡിയോ മാത്രം ഇല്ലല്ലേ, കാണിക്കുന്നില്ല. ഞങ്ങളിവിടെ 4 പേരുണ്ടല്ലോ, 3 സൈസ് ഭക്ഷണമാണ്. അതെ, ഇത് ശരണ്യക്കുള്ളതാണ്. ഇത് ശരണ്യയുടെ, എനിക്ക് ഇടിയപ്പം. ഇത് എനിക്ക് മുട്ടായാലും മതി അച്ഛൻ. അല്ല, എനിക്ക് ഇടിയപ്പം മതി. എനിക്ക് പുട്ടും മുട്ടക്കറിയും മതി. ഇടിയപ്പം മുട്ടയാണ് ഏറ്റവും സൂപ്പർ. ശരണ്യക്ക് ശരണ്യ ഞാൻ ഈ മധുരമൊക്കെ ചേർത്തത് കഴിക്കാറില്ല, അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ പഞ്ചസാര ചെയ്തിട്ടുണ്ട്. എന്തേ വീർക്കട്ടെ എന്നാ. ഇത് പൊങ്ങുന്നുണ്ട് കൂട്ടുകാരെ. അപ്പൊ അത് ശരണ്യ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ആ നേരത്തെ ഇടിയപ്പമൊക്കെ വെന്തിട്ടുണ്ട്, അതൊന്ന് പൊക്കി മാറ്റിയാണ്. അമ്മ കയ്യെ ആവി അടിക്കരുത് കേട്ടല്ല. അടിപൊളി ഇടിയപ്പായിട്ടുണ്ട്. ഇനി അതൊന്ന് മറിച്ചിട്ട് കാണിച്ച നമ്മുടെ കൂട്ടുകാരുടെ തെറ്റിക്കരിക്കല്ല, ഇത് കരിഞ്ഞിട്ടുണ്ട്. ആണോ? കരിയുമ്പോഴേ മൂത്ത് വേണം കണ്ടോ? എന്നാലേ ഒരു ടേസ്റ്റ് വരുവുള്ളല്ലേ? കണ്ടോ? അപ്പൊ ഇത് ഞങ്ങള് കഴിക്കുന്ന വീഡിയോ കാണിക്കുന്നില്ല കൂട്ടുകാരെ. ഞങ്ങളുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്ര ഉള്ളൂ. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കാൻ. അപ്പൊ നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ ബൈ.